ഹലോ ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ സിനിമ റിവ്യൂസാണ് ഇടുന്നത്. എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നും മോഹൻലാലിൻ്റെ സിനിമയായ ഹൃദയപൂർവ്വം സിനിമ കാണാനാണ് വന്നിരിക്കുന്നത്. ആസ് യൂസ്വൽ ലേഡീസ് പ്ലക്സിൽ ഫസ്റ്റ് ഡേ തന്നെ, ഓഗസ്റ്റ് 28 ഫസ്റ്റ് ഡേ തന്നെ. ഇന്ന് തന്നെ 2 സിനിമ ഇറങ്ങുന്നുണ്ട്. ഒന്ന് ഇതും, ഒന്ന് ലോക്ക എന്ന് പറഞ്ഞ സിനിമ, നസ്ലിൻ്റെ സിനിമ കൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ ഹൃദയപൂർവ്വവും, അതുപോലെ തന്നെ ഈവനിങ് ഷോയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു. അതിൽ മറ്റേ നസ്ലിൻ്റെ സിനിമയ്ക്കാണ് പോകുന്നത്. അപ്പോൾ 2 സിനിമയുടെ തന്നെ റിവ്യൂ ഇടാം. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് ഹൃദയപൂർവ്വം കാണാൻ വന്നുകൊണ്ട് അതിൻ്റെ എന്തായാലും റിവ്യൂ ഇടാം. അപ്പോൾ നമുക്ക് ഇനി തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ മാക്സിമം നല്ല ബാനറും ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ടല്ലോ മോഹൻലാലിൻ്റെ. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഇറങ്ങിയ കൂലിക്ക് പോലും ഇത്രയും ബാനറുകളില്ലായിരുന്നു. ആകപ്പാട് സിംഗിൾ ഒരു ബാനറേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം, ആകപ്പാട് ജസ്റ്റ് ഒരു സിംഗിൾ ഒരു പോസ്റ്റർ മാത്രമേ രജനീകാന്തിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് മൊത്തത്തിൽ ലാലേട്ടൻ്റെ പോസ്റ്ററാണെന്നെങ്കിൽ വേണമെങ്കിൽ പറയാം. ഇതും ഈ സിനിമയിലും തുടരും. അതുപോലെ തന്നെ എമ്പുരാൻ ഇറങ്ങിയപ്പോഴാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇത്രയും പോസ്റ്റർ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ 3 സിനിമയാണെന്ന് തോന്നുന്നു ഇത്രയും നല്ലൊരു പോസ്റ്റർ ഇത്രയും ഏരിയസ് പ്ലക്സിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള കണ്ടിട്ടുള്ളത്. പക്ഷേ ബാക്കി സിനിമയ്ക്ക് ഇത്രയും കണ്ടിട്ടില്ല. എന്നാലും മോഹൻലാലിൻ്റെ ഒരു ഫാൻ ബേസ് ഇത്രയും ഉണ്ട്. അപ്പോൾ എന്തായാലും ഷോ തുടങ്ങാൻ സമയം ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ 9:30 ഷോ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ 8:45 9 മണി അടുപ്പിച്ച് ഞാൻ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം ട്രെയിലർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഷോയാണ്, റിവ്യൂ ഒന്നും കാണാതെ ഡയറക്റ്റായിട്ട് പോയി കാണുന്ന ഫ്രഷ് ആയിട്ടുള്ളൊരു പടം കൂടെയാണ്. അപ്പോൾ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിനും പറഞ്ഞ് തുടരും സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എമ്പുരാൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തുടരും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. തുടരും കണ്ടിട്ട് ഞാൻ എമ്പുരാൻ കാണുമ്പോൾ എമ്പുരാനൊന്നും അല്ല, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് അതിനേക്കാളും മെച്ചമാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. തുടരത്തിനേക്കാളും മെച്ചം ആവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻ്റർവ്യൂലായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്കിനി നേരെ തിയേറ്ററിനകത്ത് കയറാം. അങ്ങനെ കേസ് ഏരിയസ് പ്ലക്സിൻ്റെ ഓഡിയോകളിൽ ഞാൻ കയറിയിരിക്കുകയാണ്. എത്ര കണ്ടാലും ഇത് മതിയാവില്ല. എൻ്റെ മെയിൻ എല്ലാ സിനിമയുടെ റിവ്യൂവിലും ഞാൻ ഓഡിയോ 1 കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും ഞാൻ വീണ്ടും എടുത്ത് കാണിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ടായപ്പോൾ തന്നെ, ഹൃദയപൂർവ്വത്തിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ടായപ്പോൾ തന്നെ ഞാൻ കയറി ബുക്ക് ചെയ്തു. അതുകൊണ്ട് എനിക്ക് നല്ലൊരു സീറ്റ് കിട്ടി. ഞാൻ എക്സിക്യൂട്ടീവ് സെക്ഷനിൽ മാക്സിമം ബാക്ക് സീറ്റാണ് നോക്കി ബുക്ക് ചെയ്തത്. കാരണം അത് ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നോക്കിയാൽ മിക്കവാറും അതും ഫുൾ. അതുകൊണ്ട് ഞാൻ ജെ സെക്ഷനിൽ 25-26 ബുക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഏരിയസ് പ്ലക്സിൽ ഓഡിയോ 1 മാക്സിമം നല്ലൊരു രീതിയിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന സീറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ HIJK ഈ 3 സെക്ഷനാണ് ഏറ്റവും നല്ല സെക്ഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങോട്ട് ബാക്കിലോട്ടും നല്ല വ്യൂ ആണ്. എന്നാലും കുറച്ചും കൂടെ അടുത്തിരുന്ന് കാണണം, എന്നാൽ കുറച്ച് ദൂരെ ഇരുന്ന് ആ ഒരു മിഡിൽ റോയിൽ ഇരുന്ന് കാണണമെങ്കിൽ IJH ആ സെക്ഷൻ സീറ്റൊക്കെ നല്ല വ്യൂ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്ത് പറയാം, ഞാൻ വീണ്ടും എടുത്തെടുത്ത് ഓഡിയോ 1 സീറ്റിംഗ് കാണിക്കുന്നുണ്ട്. എൻ്റെ മിക്ക വീഡിയോയിൽ ഇതാണ് കാണിച്ചിട്ടുള്ളെങ്കിലും എന്നാലും ഒന്നും കൂടി എടുത്ത് കാണിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയുടെ ഇൻ്റർവെല്ലായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ കേസ് പടം ഇൻ്റർവെല്ലായിരിക്കുകയാണ്. എന്ത് പറയുക, എനിക്ക് നല്ല രീതിയിൽ പടം ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ സ്ഥിരം ഒരു സാധാരണ രീതിയിൽ പോകുന്ന നല്ലൊരു സിനിമ. ആകെ എനിക്ക് ബോറടിപ്പിച്ച് ചെയ്തെന്ന് ചോദിച്ചാൽ കുറച്ച് അനാവശ്യമായിട്ട് കുറേ പാട്ടുകളൊക്കെ കയറി വന്നു. അത് കുറച്ച് കുറയ്ക്കായിരുന്നു ഇൻ്റർവെൽ വന്നപ്പോൾ. അല്ലാതെ സംഭവം നല്ല സിനിമയാണ്. എനിക്ക് ഇൻ്റർവെൽ കണ്ടപ്പോൾ ഒട്ടും ബോറടിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ എല്ലാവരുടെയും ക്യാരക്ടർ വൈസ് ആ കോമഡി എല്ലാം നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാൽ, സിദ്ദിഖ്, പിന്നെ അമൽ ഡേവിസ്, നമ്മുടെ പ്രേമലുവിലെ നസ്ലിൻ്റെ കൂട്ടുകാരായിട്ട് വരുന്ന അമൽ ഡേവിസ്, എല്ലാവരുടെയും. അതുപോലെ ഇന്നത്തെ സിനിമയിൽ നായികമാരും കൊള്ളായിരുന്നു. നല്ല രീതിയിൽ അവരുടെ കോമഡിയൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇതിനകത്ത് മെയിൻലി കഥ പോയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വ്യക്തിയാണ് ഈ സിനിമയിൽ. അപ്പോൾ അങ്ങനെ അയാളുടെ ലൈഫ് നടക്കുന്ന കുറച്ച് മാറ്റങ്ങളും, മെയിൻലി ഇയാൾക്കൊരു ബിസിനസ്സുണ്ട് മോഹൻലാലിന്, ഒരു ക്ലൗഡ് കിച്ചനാണ്. അപ്പോൾ അത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നെഞ്ചുവേദന വന്ന് അങ്ങനെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് പുതിയൊരു ലൈഫ് തുടങ്ങി വീണ്ടും അങ്ങനെ തുടങ്ങി വരുമ്പോൾ ഇയാൾക്ക് മോഹൻലാലിൻ്റെ ഒരു ഹോം നേഴ്സായിട്ട് ഒരാൾ വരും. അതാണ് അമൽ ഡേവിസ് ആയിട്ട് വരുന്നത്. അമൽ ഡേവിസ് മോഹൻലാലിൻ്റെ ഒരു ഹോം നേഴ്സായിട്ടാണ് വരുന്നത്. അവരുടെ രണ്ടുപേരുടെയും ഒരു കോംബോയും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ഹാർട്ട് കൊടുത്ത ആളുടെ ഒരു മോള് വരും. അതാണ് സിനിമയിലെ നായിക. അപ്പോൾ ഇവർ രണ്ടൊരു മോഹൻലാലും ഈ നായികയായിട്ട് കണ്ടുമുട്ടി അവസാനം നായികയുടെ എൻഗേജ്മെൻറ്റിന്
പൂനെയിലേക്ക് പോകും. അങ്ങനെ ഈ മോഹൻലാലും നായികയും കൂടെ പൂനെയിലേക്ക് അങ്ങനെ പോയി അവിടെ ജസ്റ്റ് അങ്ങനെ കഥയൊക്കെ നടന്ന് അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ പോകുന്നത്. ഈ മോഹൻലാൽ പൂനെ എത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ഹാഫ് വരെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് എന്തായാലും സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. എന്തായാലും എനിക്ക് ഫസ്റ്റ് ഹാഫ് വരെ കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, അങ്ങനെ മടുപ്പിച്ചില്ല. അതുപോലെ എല്ലാവരും ആക്ടിങ്ങും കോമഡി എല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. മെയിൻലി സിദ്ദിഖിൻ്റെയും മോഹൻലാലിൻ്റെയും കോമഡിയൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഈ മോഹൻലാലിൻ്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു കഥയായിട്ടാണ് മെയിൻലി ഈ കഥ പോകുന്നത്. അതിനെ തേടി ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയെ തേടി അങ്ങനെ പോകുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുള്ളത്. ഇത് ഇമോഷണലിനൊന്നുമല്ല, നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിനി സെക്കൻഡ് ഹാഫും കൂടെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ കേസ് പടം സെക്കൻഡ് ഹാഫും കൂടെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് പറയാം, എനിക്ക് നല്ല രീതിയിൽ പടം ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ 2.5 മണിക്കൂറാണ് എൻ്റെ ലെങ്ത്ത് വരുന്നത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത മോഹൻലാലിൻ്റെ ആ കഥയായിട്ടാണ് ഇതിൻ്റെ ത്രെഡ് മൊത്തത്തിൽ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ പൂനെ ചെന്നിട്ടുള്ള ആ മകളും അമ്മയും തമ്മിലുള്ള മോഹൻലാലിൻ്റെ കോംബോയും ചില ഡയലോഗ് പക്ക ക്രിഞ്ചായിട്ട് തോന്നി, ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. എന്നാൽ ഈ കഥയ്ക്ക് അത് സ്യൂട്ടാവുന്നുണ്ട്, ഒട്ടും മടുപ്പിച്ചില്ല. ചില ഡയലോഗൊക്കെ എനിക്ക് ഇതിനകത്ത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കൊള്ളാം സംഭവം. എനിക്ക് മൊത്തത്തിൽ കണ്ടപ്പോൾ എനിക്ക് 10/8 കൊടുക്കാം. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. പ്രത്യേകിച്ച് ഇത് ഓണത്തിനും കൂടെ ഇറങ്ങിയുകൊണ്ട് ഇനി അങ്ങോട്ട് വെക്കേഷനാണ്. മൊത്തത്തിൽ ഫാമിലി കയറി പടം മിക്കവാറും നല്ല കളക്ഷൻ കിട്ടും. എനിക്ക് ഒട്ടും ബോറടിപ്പിച്ചിട്ടില്ല, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആകെ എനിക്ക് കുറ്റം പറയാൻ തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് തന്നെ, നമ്മുടെ കുറച്ച് പാട്ട് അനാവശ്യമായിട്ട് കയറിപ്പോയി. അതുപോലെ തന്നെ ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ സ്ഥിരം ആശീർവാദ സിനിമയിൽ കണ്ട് വരുന്നൊരു ക്യാമിയോ ഉണ്ട്. ആ ക്യാമിയുടെ പേരും പറയുന്നില്ല, എന്നാലും മനസ്സിലേക്ക് കാണുമല്ലോ. സ്ഥിരമായിട്ട് ആശീർവാദ സിനിമയിൽ വരുന്ന ഒരാൾ, അത്രയേ ഉള്ളൂ. അത് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു സീൻ മൊത്തത്തിൽ തിയേറ്റർ മൊത്തത്തിൽ കയ്യടിയായിരുന്നു, മൊത്തത്തിൽ ചിരിയും കയ്യടിയായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ലാലിഡൻ്റെ കാറ് കാണിക്കുന്നുണ്ട്, 2255 മറ്റേ ടയോട്ടയുടെ കാറ് കാണിക്കുന്നുണ്ട് 2255. അതും വന്നപ്പോഴും നല്ല കയ്യടിയായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞ പടം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എൻ്റെ ആ ത്രെഡ് തന്നെയാണ് പടം മൊത്തത്തിൽ പോയിട്ടുള്ളത്. നല്ലൊരു ഹാപ്പി എൻഡിങ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു ഇമോഷണലായിട്ടല്ല, മൊത്തത്തിൽ പറഞ്ഞ നല്ലൊരു ഹാപ്പി മൂഡിൽ കണ്ടു തീർക്കാൻ പറ്റും നല്ലൊരു സിനിമ. ഹൃദയപൂർവ്വം നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഹൃദയം അങ്ങ് നിറഞ്ഞു ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഒട്ടും മടുപ്പിച്ചില്ല, എന്നാൽ ബോറടിപ്പിക്കാനുള്ള ഒരു മൊമെൻറ്റ്സും ഇല്ല. ജസ്റ്റ് 2 പാട്ട് മാത്രമേ എനിക്ക് അങ്ങ് തോന്നിയിട്ടുള്ളെങ്കിലും സിനിമ മൊത്തത്തിൽ കൊള്ളാം. ഇനി 10/8 കൊടുക്കുക. ആ 2 മാർക്ക് എവിടെ 2 പോയിൻ്റ് എവിടെയെന്ന് ചോദിച്ചാൽ പറയും, എവിടെ പോയെന്ന് ചോദിച്ചാൽ പറയും ഈ പാട്ട് കാരണമാണ് എനിക്ക് പോയെന്ന് പറയാം. അല്ലെങ്കിൽ 10/ൽ 10 കൊടുക്കാനുള്ള സംഭവമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവി എന്ന് തന്നെ പറയാം. ത്രൂ ഔട്ട് നല്ല ചിരിക്കാം, നല്ല രീതിയിൽ മനസ്സ് നിറഞ്ഞിറങ്ങി വരെ സിനിമ കണ്ടിട്ട്, അല്ലാതെ ഇമോഷണലായിട്ട് അങ്ങനെ ഒന്നും വരെയില്ല. എനിക്ക് ഈ സിനിമ ഇനി എന്താ പറയുക, നല്ല രീതിയിൽ മിക്കവാറും കളക്ഷൻ കയറും. കാരണം ഇനി വെക്കേഷനിലേ വരുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. എനിക്ക് എന്തായാലും ഈ സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയും കൂടെയാണ്. അപ്പോൾ ഈ വെക്കേഷൻ ഇത് മിക്കവാറും കളക്ഷനിൽ കയറും. ഇനി അടുത്ത ലോക്ക എന്നുള്ള സിനിമ കൂടെ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം കൂടെ പറയാം. എന്തായാലും ഈ സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, ഒട്ടും മടുപ്പിച്ചില്ല. ഹലോ ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.